സച്ചി രാത്രി മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അവൾ ഇല്ലാത്തതും പ്രശ്നമാണ്, അവൾ ഉള്ളതും പ്രശ്നമാണ്. നമ്മുടെ കൂടെ സംസാരിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം സംസാരിക്കാതിരുന്ന എന്തായിരിക്കും ആ ഫീല്? എന്തോ പോലെ ഉണ്ടാവില്ലേ? അങ്ങനെ സച്ചി പറയുന്നുണ്ട്. അത് കേട്ട ശ്രീകാന്ത് വർഷയോട് താൻ മിണ്ടാതെ വന്നതൊക്കെ ഓർത്തെടുക്കുകയാണ്. ശേഷം അതേ എന്ന് പറഞ്ഞപ്പോ, അതങ്ങനെ നിനക്കറിയാം, അത് പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ലടാ. ഈ ആടിമാസം ഏതവനാണോ കണ്ടുപിടിച്ചത് ആ മാസം പിരിഞ്ഞിരിക്കണം പോലും. എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് ഇപ്പൊ ഉറക്കം വരാതിരിക്കുന്നത് എനിക്കല്ലേ എന്ന് പറയുവാണ് സച്ചി. ആ സമയം രേവതിയുടെ കോൾ വരുന്നുണ്ട്. കണ്ടില്ലേ, അവൾക്ക് 100 ആയുസാണ്. അവൾ എന്നെ കോൾ ചെയ്യുന്നു. ഹായ് രേവതി, ഇപ്പൊ നിന്നെ പറ്റിയാ നമ്മൾ സംസാരിച്ചോണ്ട് നിന്നെ. അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്. തനിച്ചാണോ എന്ന് രേവതി ചോദിക്കുമ്പോ, തനിച്ചെങ്ങനെ സംസാരിക്കാൻ പറ്റും? ശ്രീകാന്തും ഉണ്ട്, അവന്റെ കൂടെ സംസാരിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ സംസാരിച്ചത് എന്ന് രേവതി ചോദിക്കുമ്പോ, എന്തൊക്കെയോ സംസാരിച്ചു. ആദ്യം നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേന്ന് പറയ്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് ഉറങ്ങാൻ റെഡിയായി ഇരിക്കുക. അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുവാണ്. എന്താ ഫുഡിന് എന്ന് സച്ചി ചോദിക്കുമ്പോ, മീൻകറി ഉണ്ടായിരുന്നു എന്ന് പറയുവാണ് രേവതി. നീ ഉണ്ടാക്കിയതാണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതേ എന്ന് രേവതി പറഞ്ഞപ്പോ, നീ സൂപ്പറായിട്ട് ഉണ്ടാക്കുമല്ലോ, പക്ഷെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. നീയെങ്കിലും നല്ല ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങ്. അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കഴിച്ചത് എന്ന് രേവതി ചോദിക്കുമ്പോ, ഞാൻ എന്ത് കഴിക്കാനാ, ഉപ്പുമാവുണ്ട്, കല്ല് പോലെ ഉണ്ടാക്കി വെച്ചതാ, അതെങ്ങനെ കഴിക്കും ഞാൻ. 2 പഴം കഴിച്ച് വെള്ളം കുടിച്ചു എന്നും പിന്നീട് മുകളിലേക്ക് വന്നു എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാ മുകളിലേക്ക് വന്നത് എന്ന് രേവതി ചോദിക്കുമ്പോ, അത് വെയില് കൊള്ളാൻ വന്നതാണെന്ന് പറയുവാണ് സച്ചി. രാത്രി എങ്ങനെ വെയില് കിട്ടുമെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഉറക്കം വന്നില്ല, അതുകൊണ്ട് പായുമെടുത്ത് മുകളിലേക്ക് വന്ന് കിടന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. മഴ വരാൻ പോകുന്നുണ്ട് എന്ന് രേവതി പറഞ്ഞപ്പോ, അതൊന്നുമില്ല, ആകാശം നല്ല തെളിഞ്ഞിട്ടുണ്ട്, ചന്ദ്രൻ പോലും വട്ടത്തില് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇന്ന് പൗർണമിയാണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അറിയില്ല, പൂർണ്ണചന്ദ്രനെ കാണുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോ, ഉണ്ട്, നീ മുകളിൽ വന്ന് നോക്ക് എന്ന് പറയുവാണ് സച്ചി. ഉടനെ രേവതി മുകളിലേക്ക് ഓടാനായി ശ്രമിക്കുന്നുണ്ട്. നീ എവിടെ പോകുന്നു എന്ന് അമ്മ ചോദിച്ചപ്പോ, അമ്മേ നിക്ക്, ഞാന് അമ്പിളിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി പോകുന്നുണ്ട്. ആരാടി ഈ അമ്പിളി? നമ്മുടെ ഏരിയയിലുള്ള പെണ്ണാണോ? അങ്ങനെ അമ്മ ചോദിക്കുമ്പോ, അത് ആകാശത്തിലുള്ള അമ്പിളിയാണെന്ന് ദേവിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രേവതി മുകളിലേക്ക് വന്ന് അമ്പിളി മാമനെ തന്നെ നോക്കുവാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ രേവതി പറയുമ്പോ, നന്നായിട്ടുണ്ടല്ലേ, നോക്ക്, നീ എവിടെയായിരിക്കുന്നേ? ഞാൻ ഇവിടെ ഇരിക്കുന്നു, പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേ നിലാവിനെയല്ലേ കാണുന്നത്. അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും മുകളിലിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുകയാണ്. അടുത്ത ദിവസം ശ്രുതി അവളുടെ അമ്മയെയും മകനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഇനി അമ്മയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് സീരിയസ് ആകുമെന്നൊക്കെ ഡോക്ടർ ശ്രുതിയോട് പറയുന്നുണ്ട്. പിന്നീട് ശ്രുതി വീട്ടിലെത്തി അവർക്കുള്ള കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇനി മുതല് ഇവനെ നോക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേ പറ്റൂ. നീ വീട്ടിൽ പറയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടപ്പോ എപ്പോ പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നീ എന്നെ ആന്റി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രുതി കുട്ടിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. സച്ചി സവാരിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി വരികയാണ്. പാത്രങ്ങളെല്ലാം കാലിയായിരിക്കുന്നത് കണ്ട്, ഇതെന്താ പാത്രങ്ങളൊക്കെ കാലിയായിരിക്കുന്നേ, ഇവിടെ ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് സച്ചി അമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോ സച്ചി അച്ഛനെ ഫോൺ ചെയ്യുകയാണ്. അച്ഛ, വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അമ്മ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ സച്ചി പറഞ്ഞപ്പോ, അവള് കാലത്ത് മുതൽ കിടന്നുറങ്ങുന്നതാ, നീ പോയി പുറത്ത് നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നോക്ക്. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. ഉടനെ സച്ചി രേവതിയെ കോൾ ചെയ്യുകയാണ്. രേവതി, ചോറ് ഇരിപ്പുണ്ടോ അവിടെ? അങ്ങനെ സച്ചി ചോദിച്ചപ്പോ, നിങ്ങൾ ഇനിയും കഴിച്ചില്ലേ? അങ്ങനെ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇല്ല രേവതി, നീ വീട്ടിലുണ്ടാകുമെന്ന് കരുതി ഞാൻ സമയത്ത് വന്നതാ, പക്ഷെ ഇവിടെ ഒന്നുമില്ല. അപ്പോയാ ഓർമ്മ വന്നത് നീ ഈ വീട്ടിലില്ലാന്ന്. വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നീ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്. അത് കേട്ട് രേവതിക്ക് സച്ചിയെ ഓർത്ത് ഒരുപാട് സങ്കടാവുന്നുണ്ട്. നിങ്ങളെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് വായെന്ന് രേവതി പറഞ്ഞപ്പോ, ശരി രേവതി, ഞാൻ വരാമെന്ന് പറഞ്ഞ് സച്ചി വണ്ടി എടുക്കുവാണ്. പിന്നീട് രേവതി തന്റെ പേഴ്സിന്ന് കാശെടുത്ത് ഓടിപ്പോകുന്നത് അമ്മ കാണുന്നുണ്ട്.
രേവതി നിക്ക്, നീ എങ്ങോട്ടായി പോകുന്നേ? അങ്ങനെ അമ്മ ചോദിച്ചപ്പോ രേവതി ഒന്നും മിണ്ടാതെ ചെരുപ്പിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. വർഷയും ശ്രീകാന്തും തമ്മിൽ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്. ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ ശ്രീകാന്ത്? നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സ്ഥല ഇത്. നീ എന്താ എന്നോട് സംസാരിക്കാത്തത്? അങ്ങനെ വർഷ ചോദിക്കുകയാണ്. നമ്മുടെ അച്ഛന്മാർ തമ്മില് വലിയ പ്രോബ്ലം ഉണ്ട് വർഷ. എനിക്കുടനെ പോണം, റെസ്റ്റോറന്റിൽ നിറയെ ജോലിയുണ്ട് എന്ന് പറയുവാണ് ശ്രീകാന്ത്. എന്നെ നീ വെറും ഫ്രണ്ട് മാത്രമായിട്ടാണോ കാണുന്നത്? അതെന്റെ കണ്ണിൽ നോക്കി പറയാത്തത് എന്താ? നീ വന്നതിന് ശേഷമാണ് ശ്രീകാന്ത് എന്റെ ലൈഫ് കളർഫുള്ളായി മാറിയത്. നിന്നെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പോയി. ഐ ആം ലവ് വിത്ത് യു. എനിക്കറിയാം നിനക്ക് എന്നോട് ലവ് ഉണ്ടെന്ന്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിന്റെ കണ്ണിലെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. നീ എപ്പോഴും എന്റെ ലൈഫിൽ ഉണ്ടാകണമെന്ന എന്റെ ആഗ്രഹം. ഐ ലവ് യു ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രപ്പോസ് ചെയ്യുവാണ് വർഷ. വർഷ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അങ്ങനെ ശ്രീ പറയുമ്പോ നമ്മുടെ ഫാമിലിയെ പറ്റി എനിക്കൊരു പേടിയില്ല ശ്രീ. നിന്റെ കൂടെ എന്റെ ലൈഫ് ഷെയർ ചെയ്യാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ പേരൻസ് പറഞ്ഞാ പോലും നീ പറഞ്ഞാ പോലും ഞാൻ ഇതിന്ന് പിന്മാറില്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ഇനി നീ നിന്റെ ലവ് പറയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് വർഷ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വർഷയുടെ പേരൻസ് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ശ്രുതിയുടെ അടുത്ത് ആദ്യമായി ഒരു കസ്റ്റമർ വരുന്നുണ്ട്. അയാളെ കൂട്ടി ശ്രുതി ടെസ്റ്റ് ഡ്രൈവിന് പോയിരിക്കുവാണ്. അയാള് തന്റെ വീട്ടില് സെർവന്റ് ഇല്ലാത്തതുകൊണ്ട് അയാളും ഭാര്യയും മീനും മട്ടനും വാങ്ങാൻ ശ്രുതിയോട് മാർക്കറ്റിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്താ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനാണോ? എന്നെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിക്കാൻ? നിങ്ങളെ വേറെ ആളെ നോക്ക്, നിങ്ങൾ കാർ വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇറങ്ങി പോകുന്നുണ്ട്. ഇതറിഞ്ഞ ഓണറ് ശ്രുതിയുടെ അടുത്ത് വന്ന്, നീ കാരണം 2 കോടിയുടെ ഡീലാണ് നഷ്ടപ്പെട്ടത്. നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല, വെറും കറിവേപ്പിലയാണ് നീ. ഇനി നീ നമ്മുടെ കമ്പനിയിൽ വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ശ്രുതി. രേവതി മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടുവരുമ്പോ കുറച്ച് സ്ത്രീകള് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇന്നെന്താ നിന്റെ ഭർത്താവ് വീട്ടിലോട്ട് വരുന്നുണ്ടോ? അങ്ങനെ അവര് ചോദിച്ചപ്പോ വന്നോണ്ടിരിക്കുവാണെന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. നിന്റെ ഭർത്താവിന് ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? നീ വായിക്ക് രുചിയുള്ളത് ഉണ്ടാക്കി കൊടുത്ത് അതില്ലാതെ പറ്റുന്നില്ലെന്ന് തോന്നുന്നല്ലോ. അടുത്ത ആടിമാസമാവുമ്പോ നിനക്കൊരു കുഞ്ഞു പ്രസവിക്കുമെന്നാ തോന്നുന്നത്. അങ്ങനെ അവർ കളിയാക്കി ചിരിക്കുവാണ്. ഈ ആടിമാസത്തില് പ്രസവിച്ച നിങ്ങൾക്ക് എന്താ പ്രശ്നം? പിന്നെ എന്റെ ഭർത്താവ് വരാറായി, എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, വഴി മാറ്, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചിരിച്ചുകൊണ്ട് പോവാണ്.